വിശ്വനാഥൻ സാറേ, ഞാൻ ബാങ്കിന്റെ പല ബ്രാഞ്ചുകളിലും ഇതുപോലെ ഓഡിറ്റിങ്ങിന് പോകാറുള്ളതാ. ഇതുപോലുള്ള പല ക്രമക്കേടുകളും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ആദ്യമായിട്ടാ പ്രതിസ്ഥാനത്തുള്ള ഒരാളുമായി ഇത്തരത്തിൽ സംസാരിക്കുന്നത്. അതും മാനേജർ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം. സർ, ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് ഈ ബ്രാഞ്ചിൽ ആരോട് ചോദിച്ചാലും മനസ്സിലാവും. അത് ഇദ്ദേഹത്തിനും അറിയാം. ഞാൻ പറഞ്ഞല്ലോ, പഴയ മാനേജർ സാമുവൽ സാർ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ലോൺ സാങ്ഷനാക്കിയത്. കഴിഞ്ഞ 4-5 വർഷമായി എല്ലാ കൊല്ലവും എടുക്കുന്ന ലോണാണിത്. മാർച്ച് മാസം ആകുമ്പോൾ അവരിത് ക്ലോസ് ചെയ്യും. ഏപ്രിൽ മെയ് ആകുമ്പോൾ വീണ്ടും ലോൺ പാസ്സാക്കും. സത്യത്തിൽ ഞാൻ ലോൺ റിന്യൂ ചെയ്തതേ ഉള്ളൂ. അതൊക്കെ ഫയലുണ്ടല്ലോ. പക്ഷേ പ്രശ്നം അതല്ല. ലോൺ കൊടുത്തിരിക്കുന്ന 10 പേരും ഫേക്ക് ഐഡിയിലാണ് അക്കൗണ്ട് എടുത്തിരിക്കുന്നത്. അത് വെരിഫൈ ചെയ്യുന്നതിലാണ് വിശ്വനാഥൻ സാറിന് പിഴവ് പറ്റിയിരിക്കുന്നത്. അക്കാര്യം റിപ്പോർട്ടിൽ സൂചിപ്പിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. റിപ്പോർട്ട് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ മിക്കവാറും നടപടി ഉണ്ടാകും. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തേക്കാം. ഞാനിത് മുൻകൂട്ടി പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ അത് നേരിടാനുള്ള തന്റെ ഇടമുണ്ടാകാൻ വേണ്ടിയാണ്. പിന്നെ വിശ്വനാഥ് സാറിന് ഭാഗ്യമുണ്ടെങ്കിൽ വല്ല ട്രാൻസ്ഫർ ലോതിങ്ങേക്കും. അത്രേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. സാർ, എന്തെങ്കിലും ഒരു ഫേവർ ചെയ്യാൻ പറ്റുമോ? അപേക്ഷയാണ്. സോറി, ഫയലിൽ കാണുന്ന എന്താണോ അതല്ലേ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. വിശ്വനാഥൻ സാർ പൊയ്ക്കോളൂ. എന്ത് ചെയ്യാനാ, ബാഡ് ലക്ക്. നല്ല മനുഷ്യർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ബാങ്കിന് അതിൻ്റെതായ നിയമങ്ങളില്ലേ വെങ്കട്ടരാമൻ സാറേ? അതനുസരിച്ച് എന്ത് കാര്യങ്ങളും ഉദ്യോഗസ്ഥർ ചെയ്യാവൂ. അങ്ങനെ ചെയ്താ ഇത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാം. പിരിഞ്ഞു പോകാൻ തയ്യാറായി നിൽക്കുന്ന സാമുവൽ സാറിന്റെ വാക്ക് കേട്ടതാണ് ഇദ്ദേഹത്തിന്റെ തെറ്റ്. ആ തെറ്റിന്റെ ശിക്ഷ സ്വീകരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനുമാണ്. ഇവിടെ സെന്റിമെന്റ്സിനൊന്നും ഒരു സ്ഥാനമില്ല.